ഇൻഫ്ലുവൻസേഴ്സ് ലൈഫ് നമ്മുടെ അർജുൻ മച്ചാൻ്റെ യൂട്യൂബിലെ റീസെൻ്റ് ആയിട്ടുള്ളൊരു റോസ്റ്റിംഗ് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നല്ല ഫണ്ണാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി ഒന്ന് കണ്ടു നോക്ക്, കിടുവാണ്. സോ ഈ ഒരു വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പുള്ളി എയിം ചെയ്ത മെയിൻ ആ ഒരു ഇൻഫ്ലുവൻസേഴ്സ് അതിനെതിരായിട്ട് ഇപ്പം വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ജോജി തമ്പി എല്ലാവർക്കും അറിയാം ഓൾറെഡി. ഇൻസ്റ്റാഗ്രാമിൽ ഗീവ് അവേ ഒക്കെ കൊടുക്കുന്നൊരു പുള്ളിക്കാരനാണ്. മെയിനായിട്ടും ഗീവ് അവേ മാത്രമാണ് ആൾ ഫോക്കസ് ചെയ്യുന്നത്. വലിയ വലിയ ലക്ഷറി ആയിട്ടുള്ള വാഹനങ്ങളാണ് മെയിനായിട്ടും ഗീവ് അവേ കൊടുക്കുന്നത്. കാറ്, ബൈക്ക്, അങ്ങനെയൊക്കെയാണ് പുള്ളി ചെയ്യുന്നത്. ഒരുപാട് ബ്രാൻഡ് കമ്പനികളുമായിട്ടും ടൈപ്പ് ചെയ്തിട്ട് ആ ഒരു രീതിയിലാണ് ഗീവ് അവേ കൊടുക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. അർജുൻ മച്ചാൻ വേഴ്സസ് ജോജി തമ്പി. ഇവർ മാത്രമല്ല, വേറൊരാളും കൂടി ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട്. അത് ഇതിനെക്കാട്ടി ഫണ്ണാണ് വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും. സോ ആ ആളെയും കൂടെ ഞാൻ കാണിക്കാം. ചെറിയൊരു സർപ്രൈസ് ആയിട്ട് ഇരുന്നോട്ടെ. ഫസ്റ്റ് ഇവർ തമ്മിലുള്ള ഇഷ്യൂ എന്താണെന്നുള്ളത് ഞാനൊന്ന് കാണിക്കാം. ഹായ് ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ 5000 രൂപ. 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ. എടാ ഭയങ്കര വൃത്തിയാണ്, അങ്ങനെ കാണിക്കല്ലേ നീ. എടാ നീ കോപ്രായം കാണിക്കാന്ന് വിചാരിക്കും ആൾക്കാര്. എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളുടെ നല്ലതും എനിക്ക് കുറച്ച് പുണ്യം കിട്ടിയാൽ മതി. പിന്നെ സ്പോൺസേഴ്സ് ഇരുന്ന് 7 ലക്ഷം രൂപ ഫോളോവേഴ്സ്, അത് മതി. എനിക്ക് വേറൊന്നും വേണ്ട. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഇതൊക്കെ. എടാ എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം, എനിക്ക് സ്നേഹം മാത്രം മതി. എനിക്ക് സ്പോൺസേഴ്സ് ഇരുന്ന പൈസയും പിന്നെ കുറച്ച് പ്രൊമോഷൻ, ഇത് മതി എനിക്ക്. സോ ഗായ്സ്, ഈ 5000 രൂപ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചെറിയ കുറച്ച് കാര്യങ്ങൾ, വളരെ ചെറിയ കുറച്ച് കാര്യം മാത്രം. നിങ്ങൾ എൻ്റെ അക്കൗണ്ടും യവൻ്റെ അക്കൗണ്ടും ഫോളോ ചെയ്യണം. വാപ്പാടെ അക്കൗണ്ടിലൂടെ എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട. അതായത് ഞാൻ ഈ ഒരു ഗീവ് അവേ കൊടുക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ചൊന്നും എനിക്ക് വേണ്ട. എനിക്ക് നിങ്ങളുടെ സ്നേഹം മതി. അതേപോലെ തന്നെ ഈ ഒരു ബ്രാൻഡ് പാർട്ട്നേഴ്സ് കൊടുക്കുന്ന ആ ഒരു കമ്മീഷൻ മതി എന്നുള്ള രീതിയിലേക്കാണ് പുള്ളി കളിയാക്കുന്നത്. ഈ ജോജി തമ്പി മെയിനായിട്ട് ചെയ്യുന്ന ഈ ഒരു സംഭവം തന്നെയാണ്. അതായത് ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ നെയിം വെച്ചിട്ട് എന്തെങ്കിലും ഒരു വെഹിക്കിൾ കൊടുക്കുക, ഒരു വാഹനം കൊടുത്തിട്ട് അത് വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യും. നിങ്ങൾക്കറിയാവുന്ന ആളുകളെയൊക്കെ ഈ ഒരു കമൻറ്റ് ബോക്സിലേക്ക് കൊണ്ടുവരിക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് മെയിനായിട്ടും കൊടുക്കുന്നത്. അതേപോലെ തന്നെ കുറേ ആൾക്കാർ ഫോളോ ചെയ്യിപ്പിക്കുക. നിങ്ങൾക്ക് എത്ര പേരെ വേണമെങ്കിലും മെൻഷൻ ചെയ്യാം, 1000 10,000 എത്ര പേരെ വേണമെങ്കിലും മെൻഷൻ ചെയ്യാം. അതിനനുസരിച്ച് വിൻ ചെയ്യാനുള്ള ചാൻസ് കൂടും എന്നൊക്കെയാണ് നമ്മൾ അർജുൻ പറയുന്നത്. സോ നെക്സ്റ്റ് ഇതിനെതിരെ നമ്മുടെ ജോജി തമ്പി എന്തായിരിക്കും പറയുന്നത് നമുക്ക് നോക്കാം. ഇതൊക്കെ ചെയ്യുന്നവന്മാർ എങ്ങനെയുള്ളവന്മാരാന്നുള്ളത്, ഇവന്മാർക്ക് എന്നെ നെഗറ്റീവ് പറയാൻ വേണ്ടി ഒന്നുമില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന സഹായങ്ങൾ കാണിക്കാനും റീച്ചിനും വേണ്ടി എന്നാണ് ഇവന്മാർ പറയുന്നത്. എടാ ആയിക്കോട്ടെ, എടാ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ ചെയ്യുന്നില്ലേ? ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിയെ ഞാൻ ഡോക്ടറിനെ പഠിപ്പിക്കുന്നില്ലേ? എടാ ഈ ജോജി തമ്പിയെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളി സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്ന വ്യക്തിയാണ്. പുള്ളിയുടെ ഒരു പേജിൽ ഇടാറുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഗീവ് അവേ എപ്പോഴും കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ജോജി തമ്പി പറയുന്നത്. അതുപോലെ ഒരു പയ്യനെ ഡോക്ടറിനെ പഠിപ്പിച്ചില്ലേ, അതുപോലെ കുറേ ആൾക്കാർക്ക് ഞാൻ സഹായം ചെയ്തിട്ടില്ലേ എന്നുള്ള രീതിയിലൊക്കെ ജോജി തമ്പി പറയുന്നുണ്ട്. ഞാനും പുള്ളിയുടെ പേജ് നോക്കിയപ്പോൾ എനിക്കും കുറേ കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നതായിട്ട് മനസ്സിലായി. ഇതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ, നമ്മൾ കാണുമ്പോൾ ഉള്ള സംഭവങ്ങളെ അറിയത്തുള്ളൂ. പുള്ളി ജോജി തമ്പി പറയുന്നുണ്ട് 1-2 ലക്ഷം രൂപ പോരാ, 50 ലക്ഷം രൂപ എടുത്ത് ആവശ്യം വരുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ കേരളത്തിൽ ഒരു ദുരിതം വന്നപ്പോൾ, ഫ്ലഡും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും പുള്ളി സ്വന്തം വണ്ടി വിട്ടു കൊടുത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഒരാളെ സഹായിക്കുന്നത് ഓക്കെ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പുള്ളിക്ക് കിട്ടുന്ന ഏണിങ്സിൽ കൂടെ ആയിരിക്കും പുള്ളി ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലൊരു ദുരന്തം വന്നപ്പോഴത്തേക്കും വണ്ടി വിട്ടു കൊടുത്തു, നല്ല കാര്യമാണ്. അതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം മനുഷ്യത്വമുള്ള ഒരാൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാണുന്നവർക്ക് ഏത് രീതി വേണമെങ്കിലും കളിയാക്കാം, പക്ഷേ അങ്ങനെ ഒരു കാര്യം ചെയ്ത് തന്നെ വലിയ സംഭവമാണ്. എല്ലാ സജ്ജീകരണങ്ങളും കൂടി ഞങ്ങളൊരു വണ്ടി ലക്ഷങ്ങൾ മുടക്കി കേരളത്തിന് വേണ്ടി പണിഞ്ഞിറക്കിയില്ലേ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണിച്ചും കാണിക്കാതെ എല്ലാം ചെയ്തേക്കുന്നു. എടാ ഈ കുറ്റം പറയാൻ നീയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഈ പറയുന്നതെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. അപ്പൊ നീയൊക്കെ ഒറ്റ മൈൻഡിൽ പറയും ഞങ്ങൾ കാണിക്കാതെ ചെയ്യുന്നുണ്ട്, തേങ്ങ ചെയ്യുന്നുണ്ട് നീയൊക്കെ. നെക്സ്റ്റ് പുള്ളി പറയുന്നത് എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ഞങ്ങൾ ആ ഒരു വണ്ടി വിട്ടു കൊടുത്തില്ലേ. ഈ പറയുന്നവന്മാർക്ക് അവിടെ ഇരുന്ന് പറയാമല്ലോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്ത് തേങ്ങയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് പുള്ളി ചോദിക്കുന്നത്. പുള്ളി ചോദിക്കുന്നതിൽ കാര്യമുണ്ട്. പുള്ളി കിട്ടുന്ന ഫണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. കാരണം ഒന്നും കാണാതെ എന്തായാലും ആരായാലും ഇങ്ങനെയുള്ള ഫണ്ട് കൊടുക്കത്തില്ല. ഇനി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിൽ ഓൾറെഡി ഉള്ള ഫോളോവേഴ്സിനോടും ആ ഒരു പേജ് ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ പുതിയതായിട്ട് വരുന്ന ഫോളോവേഴ്സിനോടും ഗിവ് അവയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു പേജ് ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട്. അതും ചിലപ്പോൾ ഒരു പേജ് ആയിരിക്കില്ല, 3-4 പേജുകളൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി പുള്ളി പറയാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പുള്ളിക്ക് ഇത്രയും റവന്യൂ കിട്ടുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ ഭാഗത്തുനിന്നും ഒരുപാട് ഫണ്ട് കൊടുക്കാറുണ്ട്. അറിയാവുന്ന ആൾക്കാർ പറയണം. കാരണം ഇത്രയും ലക്ഷം വിലപിടിപ്പുള്ള വണ്ടിയാണ് പുള്ളി കൊടുക്കുന്നത്, വാഹനങ്ങളാണ് പുള്ളി കൊടുക്കുന്നത്. അതും സ്വന്തം കയ്യിൽ നിന്ന് ഫണ്ടിട്ടിട്ടാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. സ്വന്തം വാഹനങ്ങളാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ഇതുകൂടാതെ 50 ലക്ഷം രൂപയുടെ ഈ പറഞ്ഞ പോലെ ചികിത്സാ സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഡൗട്ട് ഇതാണ്, ഇത്രയും ഫണ്ട് അപ്പോൾ പുള്ളിക്ക് ഈ ഒരു ബ്രാൻഡഡ് കമ്പനീസിൻ്റെ ഭാഗത്തുനിന്നും കിട്ടുന്നുണ്ടോ? അവരുടെ പേജ് ഫോളോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രം
എൻ്റെ ഒരു ഡൗട്ടാണ്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറയണം. കാരണം എൻ്റെ ഒരു അറിവിൻ്റെ പരിമിതി വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ഫണ്ടിങ് ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നടക്കുന്നുണ്ടോ, ഈ ഒരു പേജ് ഫോളോ ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്? എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. പെട്ടെന്ന് ഇത്രയും വലിയൊരു തുക നമുക്ക് കേൾക്കുമ്പോഴത്തേക്കുള്ള ഡൗട്ടാണ്, എല്ലാവർക്കും തോന്നുന്ന ഡൗട്ട് തന്നെയാണ് ഞാനും ചോദിച്ചത്. അപ്പോൾ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണം ഇത് പോസിബിൾ ആണോ എന്നുള്ളത്. നമുക്ക് പോയി കാണാം. എന്ന് പ്രതികരിക്കാൻ തുടങ്ങിയ അങ്ങോട്ട് എനിക്ക് പല രീതിയിലുള്ള ഞാൻ ലഹരിക്കെതിരെ എന്ന് പ്രതികരിക്കാൻ തുടങ്ങിയ അങ്ങോട്ട് എനിക്ക് പല രീതിയിലുള്ള ഭീഷണികളും 3-4 പേജുകളിൽ എനിക്കെതിരെയുള്ള ട്രോളും ആ കമന്റ് ബോക്സിൽ നല്ല തെറിയും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. ഇതിൽ നിന്നൊരു കാര്യം എനിക്ക് ജോജി തമ്പി പറയുന്നത്, ലഹരിക്കെതിരെ ഞാനൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഇപ്പോൾ ഒരുപാട് പ്രമുഖരൊക്കെ ആ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടനും അങ്ങനെ കുറേ ആൾക്കാർ ഈ ഒരു സംഭവത്തിനെതിരെ, നോർമൽ ആൾക്കാർ പോലും ക്യാമ്പയിനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പുള്ളി ഈ ഒരു ലഹരിക്കെതിരെ ഓപ്പോസിറ്റായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും അന്ന് തൊട്ട് പുള്ളിക്ക് ഭീഷണികളും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാണ് പുള്ളി പറയുന്നത്. എനിക്കിതിൻ്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ലഹരിക്കെതിരായിട്ട് സംസാരിച്ചതിൽ പുള്ളിക്ക് ഓപ്പോസിറ്റായിട്ട് സംസാരിക്കാൻ ചിലപ്പോൾ വന്നിട്ടുള്ളത് ഈ ലഹരി നാട്ടിൽ സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെ നോർമലായിട്ടുള്ള പുള്ളിയുടെ ഫോളോവേഴ്സോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ആൾക്കാരോ വന്നിട്ട് ഇതിനെതിരെ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഭൂരിഭാഗം ആൾക്കാരും, കേരളത്തിലുള്ള ആൾക്കാർ ഇതിന് ഓപ്പോസിറ്റായിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ ഒളിച്ചും പാത്തൊക്കെ കുറേ ആൾക്കാർ വന്നിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷേ അല്ലാതെ മെജോറിറ്റി ആൾക്കാരും ഇതിനെ ഓപ്പോസിറ്റായിട്ട് പറയാനേ സാധ്യതയുള്ളൂ, അതായത് ഈ ഒരു സംഭവത്തിനെതിരെ പറയാനേ സാധ്യതയുള്ളൂ. പിന്നെ ആ ഒരു കാരണം കൊണ്ട് നിങ്ങളെ ഇങ്ങനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല. ഈ ഒരു ജോജി തമ്പിയെ ആൾക്കാരിപ്പം ലൈറ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, അർജുനെതിരെ മോശമായിട്ട് സംസാരിക്കുന്നു. നമുക്കൊന്ന് കണ്ടു നോക്കാം. അർജുൻ പലതരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്, അതും ഇതുപോലെ പച്ച കള്ളങ്ങൾ പറഞ്ഞിട്ട്. ഈ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് My 11 Circle ആണ്. ഒരു ഫാന്റസി ആപ്പ് ആണെങ്കിൽ കൂടെ ഇതൊരു ബോർഡർ ലൈൻ ഗാംബ്ലിംഗ് ആണ്. ഈ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ബൈനോമോ ആണ്. ഇതൊരു തട്ടിപ്പ് ട്രേഡിംഗ് ആപ്പാണ്. ബൈനോമോ, ഒക്ടാഫെക്സ്, എക്സ്നസ് എന്ന പേരിൽ പലതരം തട്ടിപ്പ് ട്രേഡിംഗ് ആപ്പുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലത്തെ തട്ടിപ്പ് ആപ്പുകളിൽ ചെന്ന് ട്രേഡ് ചെയ്ത് അതിൽ കൊണ്ട് പൈസ കളയരുത് എന്ന് സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്ററായ സെബി പലതവണ പബ്ലിക്കിനെ അറിയിച്ചിട്ടുള്ള. ഈ വീഡിയോകളിൽ പ്രൊമോട്ട് ചെയ്യുന്നത് പ്രോബോ ആണ്. ബേസിക്കലി ബെറ്റിംഗ് തന്നെയാണ്. കുറച്ച് ലൂപ്പ് ഹോളുകൾ വെച്ച് ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നു. അർജുന്റെ വീഡിയോകളിൽ മൊത്തം ഇപ്പോൾ ഇതുപോലത്തെ പ്രൊമോഷനുകൾ മാത്രമാണ്. അർജുന്റെ ഈ വീഡിയോയുടെ ടൈറ്റിൽ കൺവിൻസിംഗ് സ്റ്റാർ റിയാക്ഷൻ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ പച്ച കള്ളം പറഞ്ഞ് ഇതുപോലത്തെ ഉടായ്പ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന നിങ്ങളല്ലേ ശരിക്കും കൺവിൻസിംഗ് സ്റ്റാർ മിസ്റ്റർ അർജുൻ സുന്ദരേശൻ? എന്തുവാടേ, ഞാൻ റിച്ച് ആണെന്ന് സ്വപ്നം കണ്ടു. നിനക്ക് സ്വപ്നത്തിൽ മാത്രമല്ല റിയൽ ലൈഫിൽ നിനക്ക് റിച്ച് ആകാം. അതെങ്ങനെ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ വെറും 1 രൂപ കൊണ്ട് സൂപ്പിയിൽ ഇന്ത്യയുടെ സ്വന്തം ഗെയിമായ ലുഡോ കളിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ടേ നോക്കൂ. അർജുൻ, നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞ 1 രൂപയും കൊണ്ട് 1 ലക്ഷം രൂപ സുപ്പിയിൽ നിന്നും ഉണ്ടാക്കി എന്റെ പ്രൂഫ് കാണിക്കാൻ സാധിക്കുമോ? അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരും 1 ലക്ഷം രൂപ. നിലവിൽ നമ്മുടെ സൈറ്റുകളിലൊക്കെ ഈ ഒരു സംഭവങ്ങൾ ബാൻ ചെയ്തുകൊണ്ട് മാത്രമാണ് അർജുൻ ഈ ഒരു സംഭവം അധികം ചെയ്യാത്തത്. ഇതിന് മുമ്പ് അർജുൻ ചെയ്തുകൊണ്ടിരുന്നത് സെയിം പരിപാടി തന്നെയാണ്. ഇപ്പം ബിനാമോ പോലുള്ള ആപ്ലിക്കേഷനുകൾ, അതുപോലെ My 11 Circle അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളൊക്കെ പുള്ളി പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതൊക്കെ എങ്ങനെ നോക്കിയാലും ഒരു ഗാംബ്ലിംഗ് ആപ്പാണ്. കാരണം ഇതിൽ ഫണ്ട് ഇട്ടിട്ട് കിട്ടുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചെന്ന് പറഞ്ഞാലും ഒരു കമ്പനി ഇങ്ങനൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരിക്കലും അവരുടെ ലാഭമല്ലാതെ അവർ മെയിനായിട്ടും കളിക്കുന്ന ആൾക്കാരുടെ ആ ഒരു സംഭവം നോക്കാറില്ല. കാരണം ഇതിൽ കുറച്ച് പേർക്ക് ഒരു ഏണിങ്സ് കിട്ടുന്നെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഫണ്ട് മുഴുവൻ വരുന്നത് ഈ ഒരു കമ്പനിയിലേക്കാണ്. അപ്പോൾ അത്രയ്ക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടാണ് ഇവരിങ്ങനെയുള്ള ഈ ഒരു ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് ഈ ഒരു കളി കളിക്കുന്നത്, ഈ ഒരു സംഭവം പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ അർജുൻ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം അർജുനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെല്ലാം കുട്ടികളും അതുപോലെ യുവാക്കളും അങ്ങനെയുള്ള ടീംസാണ് മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത്. ഏജ്ഡായിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള അർജുൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പുള്ളിയുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിലേക്ക് കൊണ്ട് അവതരിപ്പിക്കുമ്പോഴത്തേക്ക് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അർജുൻ മിണ്ടാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. അർജുൻ ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു വ്യക്തിയെ കളിയാക്കിക്കൊണ്ടൊരു റോസ്റ്റിങ് ചെയ്തത്? റോസ്റ്റിംഗ് ഒക്കെ ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം, പക്ഷേ ആ ചെയ്യുന്ന വ്യക്തി മാന്യനാണെന്ന് ആദ്യം നോക്കണ്ടേ. അർജുൻ അങ്ങനെ ചെയ്യാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം അർജുൻ ഡീസൻ്റ് ആണ്. സബ്സ്ക്രൈബേഴ്സ് കാണുന്ന ഒരു ആഡിൻ്റെ വീഡിയോ ഒക്കെ കിട്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള നോർമൽ നല്ല പ്രൊമോഷൻസ് ചെയ്തിട്ടാണ് നമ്മുടെ അർജുന് ഫണ്ട് ഉണ്ടാക്കുന്നത് എന്നുള്ള രീതി നമുക്ക് പറയാം. പക്ഷേ പുള്ളി കാണിക്കുന്നതും ഈ വക പരിപാടികളൊക്കെ തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് എങ്ങനെ മറ്റൊരു വ്യക്തിയെ റോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും? സോ നെക്സ്റ്റ് പുള്ളി ചെയ്ത ഒരു റോസ്റ്റിങ്ങിൽ എനിക്ക് കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമുണ്ട്. സുമേഷ് ആൻഡ് ഉമേഷ് വ്ളോഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് കണ്ട് ചിരിച്ച് വയ്യായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം അങ്ങനെ ഒരു സംഭവം എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്നതാണ്. നമ്മുടെ യൂട്യൂബിൽ ആക്റ്റീവായിട്ടുള്ളൊരു ഫാമിലിയാണ്. സോ അവരുടെ ഒരു റീക്രിയേഷനാണ് ഈ ഒരു വീഡിയോ. ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കുക, അതിൻ്റെ ഒരു കാര്യങ്ങളൊന്ന് പറയാം. ഹായ് ഗൈസ്, ഞാൻ സുമേഷ്.
പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാണ് വന്നത്. ഇനി തൊട്ട് സുമേഷ് വ്ലോഗ് 2.0 ആണ് കേട്ടോ. കാരണം ഇവർ സെപ്പറേറ്റ് ആയി. അന്ന് രാത്രി ആ ഒരു ഡാൻസ് കളിച്ചപ്പോൾ ഒരു സംഭവം ഉണ്ടായി. സോ അതിനുശേഷം സെപ്പറേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടു നോക്കാം. ഇനി തൊട്ട് ഉമേഷ് വ്ളോഗ്സ് ഇല്ല. ഇനി തൊട്ട് സുമേഷ് വ്ളോഗ്സ് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇത് ഭാര്യയുടെ ലിപ്സ്റ്റിക്കാന്ന്, പക്ഷെ അല്ല, എൻ്റെ അനിയൻ തന്ന സമ്മാനമായത്. അച്ഛനും ഇളയ മോനും തന്ന സമ്മാനമോ രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചത് ആണ്. മാറി എന്നെ ഇടിച്ച് പൂപ്പാടിളക്കി. ഒരു അനിയൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അവൻ്റെ അനിയനൊന്നും അല്ല, അവനെ ആ തവിട് കൊടുത്ത് വാങ്ങിച്ചാണ് എൻ്റെ വീട്ടുകാർ. എനിക്ക് ഫാമിലി ബന്ധത്തെക്കാൾ വലുതൊന്നും അല്ല. വ്യൂസും കൗണ്ടും ലൈക്കും ഒന്നും എനിക്ക് വലുതല്ല. പക്ഷെ എൻ്റെ പുതിയ ചാനലിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പോയി സബ്സ്ക്രൈബ് ചെയ്യണം. ഏതായാലും പൗലോച്ചായനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എനിക്കെൻ്റെ ഫാമിലിയാണ് വലുത്. ഇതുപോലെ പ്രശ്നങ്ങളുണ്ടായാലും പ്രോബ്ലം ഒന്നുമില്ല. എൻ്റെ യൂട്യൂബ് ചാനലിലെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. ആരെങ്കിലും കാണിക്കുന്ന പരിപാടിയാണ്. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് നിൽക്കുമ്പോഴത്തേക്കും പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ലിങ്കൊക്കെ പുതിയ ആൾക്കാർക്ക് കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പ്രവീൺ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അവരുടെ ഫാമിലിയുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ അവർ കാണിച്ചേക്കുന്നത്. ആ ഒരു ഫാമിലിയിൽ ആദ്യമൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെ പോകെ അവർ തമ്മിൽ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായി ഫാമിലിയിൽ. അനിയനും ചേട്ടനും തമ്മിൽ എന്തൊക്കെ ഇഷ്യൂ, അതുപോലെ ഒരു വൈഫുമായിട്ട്, പുള്ളിയുടെ വൈഫുമായിട്ട് അനിയനായിട്ട് എന്തോ ഇഷ്യൂ, അമ്മായിയമ്മയായിട്ട് ഇഷ്യൂ, അങ്ങനെ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായി. അപ്പം നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഫാമിലിയിൽ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് നാട്ടുകാരെ മൊത്തം അറിയിക്കുന്ന പരിപാടി നമ്മൾ ആരെങ്കിലും കാണിക്കും. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഒരു പ്രൈവസി ഉണ്ട്. നമ്മുടെ ഫാമിലിയിലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരോടോ പറയും, ഒരു ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏണിങ്സിൻ്റെ ഭാഗമില്ല, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ അങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഇതിൽ ഈ ഒരു പയ്യനെ ഇടിച്ച കാര്യം, അതായത് അനിയൻ ഇടിച്ചിട്ട് ചുണ്ടിലിടിച്ചിട്ട് ചോര വന്ന ആ ഒരു സീന്, അതേപോലെ തന്നെ ഈ ഒരു പയ്യൻ്റെ വൈഫിനെ, പ്രണവാണോ പ്രവീണാണോ മൂത്തെന്നറിയത്തില്ല, അതിലൊരു മൂത്ത ഒരു ജ്യേഷ്ഠൻ്റെ വൈഫിനെ ആക്രമിച്ചതിൻ്റെ വീഡിയോ, എന്നെ തല്ലി, എൻ്റെ ഇവിടെ ഇടിച്ചു, എൻ്റെ അവിടെ ഇടിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവർ ഇറക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ തിരിച്ച് ഇവരുടെ ഫാമിലി, അതേപോലെ തന്നെ തിരിച്ച് അനിയനും അമ്മയും അച്ഛനും ഇവർ സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഇവരെ പറ്റിയുള്ള കുറ്റവും കുറവുകളും പറയുക, ഇവരെ പറ്റിയുള്ള കുറ്റവും കുറവുകളും പറയുക. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് ഒട്ടും ബോധമില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ കാണുന്ന ആൾക്കാർ ഇതിനടിയിൽ പോയി കമൻറ്റ് ബോക്സിൽ പോയിട്ട് കരഞ്ഞു മെഴുകുകയാണ്. അയ്യോ എന്ത് നല്ല ഫാമിലി ആയിരുന്നു, എങ്ങനെയൊക്കെ നടന്നതാ, പ്രണവ് ചേട്ടനും പ്രവീൺ ചേട്ടനും അല്ലെങ്കിൽ സെറ്റായിട്ട് നടന്നൊരു ഫാമിലി ആയിരുന്നു, എല്ലാം കളഞ്ഞു കുളിച്ചില്ല, ഇനി എന്താ ചെയ്യുക, ഇനിയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ചില ആൾക്കാർ നിങ്ങൾ ഒന്ന് ചേരുമോ, വീണ്ടും പഴയ പോലെ ഒക്കെ ആകുമോ എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ച് ഈ ആൾക്കാർക്കൊന്നും ബോധമില്ലെന്നുള്ളത്. വല്ലവൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അത് എന്തും ആയിക്കോട്ടെ, ഒരു പരിധി വിട്ടിട്ട് അത് കേട്ടിട്ട് എൻജോയ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് എങ്ങനെ പറ്റുന്നു, ഇവർക്ക് ഇതെങ്ങനെ ഇടാനും പറ്റുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ഫാമിലീസ് തമ്മിൽ നടക്കുന്ന സ്റ്റണ്ട് വരെ ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ സുലഭമാണ്. അതും വളരെ വൃത്തികെട്ട രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇവർ ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്. മീൻസ് ചീത്തയല്ല പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം കുറവുകളും പറയുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കിയാൽ മതി, അവരത്രയും നാളെ വീഡിയോ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് വന്നേക്കുന്നത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ വീഡിയോക്കാണ്. അതായത് പ്രവീണും അമ്മയും അച്ഛനും ആണെന്ന് തോന്നുന്നു, എനിക്ക് ഇവരുടെ പേര് ശരിക്കും ഇങ്ങോട്ട് കണക്റ്റ് ആകുന്നില്ല. ഇവർ ഒരുമിച്ചാണ് താമസിക്കുന്നത്, അനിയനും അമ്മയും അച്ഛനും ഒരുമിച്ച് താമസിക്കുന്നത് എനിക്കറിയാം, ഞാനും ഇടയ്ക്ക് കാണാറുള്ളതാണ്. പിന്നെ മൂത്ത ആളും വൈഫും ഇപ്പോൾ കുഞ്ഞ് വേറെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ഈ അടിച്ച വീഡിയോയ്ക്ക്, എന്നെ ഇടിച്ചു എന്ന് പറഞ്ഞ വീഡിയോയ്ക്ക് എനിക്ക് തോന്നുന്നു 1 മില്യന് മുകളിലെങ്ങാണ്ടാണ് വ്യൂസ് വ്യൂസ് വന്നേക്കുന്നത്. ഇവർക്ക് നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിൽ നമുക്കറിയാം, ഒരു സബ്സ്ക്രൈബറുള്ള ചാനലിൽ മെയിൻ വീഡിയോസ് ഇടുമ്പോഴായിരിക്കും എപ്പോഴും വ്യൂവേഴ്സ് കയറുന്നത്. പക്ഷേ ഇതിൽ അതിൻ്റെ ഇരട്ടി, കാരണം ഇത്രയും സ്റ്റണ്ടല്ലേ നടക്കുന്നത്. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് ഇങ്ങനെയുള്ള അന്യൻ്റെ കാര്യത്തിനോട് കേൾക്കാൻ ഭയങ്കര ആർത്തിയാണെന്നുള്ളത് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞാൽ മനസ്സിലായി. അത്രയ്ക്ക് വ്യൂവേഴ്സാണ് വന്നത്. പിന്നെ വീണ്ടും ഇവർ തിരിച്ച് ഈ അനിയൻ്റെ വീട്ടുകാർ തിരിച്ച് ഇവരെ പറ്റി കുറ്റം പറയുന്നത്, അതിന് നല്ല വ്യൂ, അവർക്ക് പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവർ അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിലും പോയിട്ട് ഒരാൾക്കാർ ഇവരെ പറ്റി കുറ്റം പറയുന്നു, ഇവരുടെ ചാനലിലുള്ളവർ അവരെ പറ്റി കുറ്റം പറയുന്നു. അങ്ങനെ ഒരു ഫാമിലിയിലുള്ള ആൾക്കാർ സ്പ്ലിറ്റായിട്ട് 2 ഫാമിലിയിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാം. അതുപോലെ തന്നെ ഓഡിയൻസ് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു വമ്പം കോമഡിയാണ് ഈ ഒരു ചാനലിലൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഒരു റോസ്റ്റിംഗ് വീഡിയോ അർജുൻ ഇറക്കിയതിൽ എനിക്ക് തെറ്റു പറയാനൊന്നുമില്ല, അതൊക്കെ അക്സെപ്റ്റബിൾ ആണ്, ഓക്കെ ആണ്. പക്ഷേ നിനക്കെതിരെ ഇത്രയും ഇഷ്യൂസ് വന്നത്, ബ്രോ നല്ലൊരു യൂട്യൂബറാണ്, ഇത്രയും റോസ്റ്റിംഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാകുമ്പോഴത്തേക്കും ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളും ആ ഒരു രീതിയിൽ നിൽക്കുക, ഓഡിയൻസിന് കുറച്ചുകൂടെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലുള്ളൊരു കരിയർ ബിൽഡ് ചെയ്തെടുക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ 2 പേരെ ഇപ്പം ഇതിൽ നമുക്ക് ആ ഒരു
ഗീവ് അവേ കൊടുക്കുന്ന മച്ചാൻ്റെ കാര്യം നോക്കിയാലും അർജുൻ്റെ കാര്യം നോക്കിയാലും രണ്ടുപേരും ജീവിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ അത് നേരായ വഴി കൂടെ ചെയ്യുക, ബാക്കിയുള്ളവരെ പറ്റിച്ചിട്ടും മൂഞ്ചിച്ചിട്ടും ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ എനിക്കൊരു വീഡിയോയിൽ പറയാനുള്ളൂ. എന്തായാലും അർജുൻ അടുത്ത വീഡിയോ കിടലായിട്ട് ഇറക്കുക. കുറേ നാൾ മിസ്സിങ് ആയിരുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയ വീഡിയോ ഒന്നും എനിക്ക് വലിയ ഫണ്ണായിട്ട് തോന്നിയില്ല. ഇനി ഫണ്ണായിട്ടുള്ള വീഡിയോസൊക്കെ ഇറക്കുക. ഇത് കൊള്ളായിരുന്നു ഇപ്പോൾ ഇറക്കിയ സാധനം, പക്ഷേ അത് ഇങ്ങനെയൊരു സംഭവം മാത്രമായിപ്പോയി. എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ കേട്ടോ. നിങ്ങൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് വരാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് മെൻഷൻ ചെയ്യുക. അർജുൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പുള്ളിയുടെ ഭാഗത്താണ് ശരിയെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കമൻറ്റ് ചെയ്യാം. എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇത്രയൊക്കെ പറയുമ്പോൾ എനിക്കൊരു വ്ളോഗിങ് ചാനലുണ്ട്. ഞാനിത് 2 ചാനലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ അതിൽ ഞാൻ വീഡിയോസ് കുറച്ചേ ഇട്ടിട്ടുള്ളൂ, ഒരു 5 വീഡിയോ എടുത്ത് ഇട്ടിട്ടുള്ളൂ. എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ വ്യൂസൊക്കെ ഉണ്ട്, അത്രയ്ക്ക് അങ്ങോട്ട് റീച്ചൊന്നും ആയിട്ടില്ല. അപ്പം അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇനി വീഡിയോസ് ഇടും. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ആ ഒരു ചാനലോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബെല്ലൈക്കനോടൊന്ന് പ്രസ് ചെയ്യണം മറക്കാതെ, എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതിൽ എനിക്ക് എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ആ ചാനലൊക്കെ റീച്ചായിട്ട് ഒന്ന് രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയൊക്കെ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും ഞാൻ അതിലൊരിക്കലും ഇതുപോലെ കുടുംബ വഴക്കുകളും കാര്യങ്ങളും ഒന്നും അതിലിട്ടിട്ട് നാണമില്ലാതെ വരുമാനം മേടിക്കുന്ന പരിപാടിയൊന്നും ഞാൻ കാണിക്കില്ല. അതെനിക്ക് താല്പര്യവും ഇല്ല. നിങ്ങളെ ബോറടിപ്പിക്കാനും ഞാൻ വരില്ല. സോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ.